ഒരു വിഷയത്തെക്കുറിച്ചാണ്. കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മിൽ പലരും അത് കാണാൻ പോയിട്ടില്ല എന്നറിയാം. പക്ഷേ അതിൻ്റെ 2ാം ഭാഗം ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ടീസർ പുറത്തിറങ്ങിക്കഴിഞ്ഞു. അതായത് ഇതുവരെ പറഞ്ഞതൊന്നും പോരാ, ഇനിയും ഒരുപാട് വിഷം ഇവിടെ ചൊരിയാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്, അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ കേരള സ്റ്റോറി 2 ഈ കേരളത്തിലും ഇന്ത്യാകമാനവും ഇറങ്ങും. ജിംസ്, കേരള സ്റ്റോറി 1 കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സിനിമ, അതിന് ദേശീയ അവാർഡ് വരെ ലഭിച്ചു. അത് കേരളത്തിൽ ആരും വിശ്വസിച്ചില്ലെങ്കിൽ തന്നെയും കേരളത്തിന് പുറത്ത് വലിയ വിശ്വാസമാണ് ആ സിനിമയ്ക്ക്. ഇനിയും അങ്ങനെ സിനിമ ഇറങ്ങുന്നതിൻ്റെ അവസ്ഥ എന്തായിരിക്കും നാട്ടിൽ? എന്നെ കണ്ടാൽ കേരള സ്റ്റോറി കണ്ട മാതിരി തോന്നുന്നു. ഓക്കെ, കേരള സ്റ്റോറി നമ്മൾ പറയുന്ന പോലെ ഒരു പ്രൊപ്പഗൻഡ ഫിലിം മാത്രമല്ല. നമ്മളതിനിങ്ങനെ പ്രൊപ്പഗൻഡ ഫിലിമുകളുടെ കാറ്റഗറിയിൽ കുറേ അധികം പടങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ. കേരള സ്റ്റോറി, കാശ്മീർ ഫയൽസ്, ബംഗാൾ ഫയൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഇറങ്ങി. അങ്ങനെ കുറേ അധികം പടങ്ങളുണ്ട്. പക്ഷേ ഈ കേരള സ്റ്റോറി ഒരു പ്രത്യേക ലീഗിൽപ്പെട്ട പടമാണ്. അതിൻ്റെ കാരണം, ഇല്ലാത്ത ഒരു ഫിക്ഷണലായിട്ടുള്ളൊരു കാര്യം, ആ ഒരു കാര്യം ഒരു പതിറ്റാണ്ടോളം പ്രചരിപ്പിക്കുക. ആ കാര്യം ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം ഇങ്ങനെ പ്രചരിപ്പിക്കുക, പ്രൊപ്പഗൻഡ നടത്തുക. അങ്ങനെ പ്രചരിപ്പിച്ചതിന് ശേഷം ആ പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി കേസുകൾ ഉണ്ടാവുക. ആ കോടതി കേസുകളിൽ ഇവിടെ പരിശോധനയിൽ പോയി ഇങ്ങനെ ഒരു കാര്യം ഇല്ലാന്ന് തെളിയുക. പിന്നീട് പാർലമെൻറ്റിൽ പോയി ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഭരണകൂടം പറയുക. എന്നിട്ട് അതേ കാര്യത്തിൻ്റെ പേരിൽ അതേ പേരുകളിൽ നിയമങ്ങൾ ഉണ്ടാവുക. ലവ് ജിഹാദ് ലോസ് എന്ന് പറഞ്ഞിട്ട് BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നിയമങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താണ് യഥാർത്ഥത്തിൽ? ഇത് നമ്മളിതിന് കൃത്യമായ പാരലൽ കാണുക ജർമ്മനിയിലാണ്. ജർമ്മനിൽ ന്യൂറംബർഗ് ലോസ് എന്ന് പറഞ്ഞിട്ട് കുറേ അധികം നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ന്യൂറംബർഗ് നിയമങ്ങൾ. ഈ ന്യൂറംബർഗ് നിയമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റമായിരുന്നു എന്ത്? ജൂതന്മാർ ആര്യന്മാരെ വിവാഹം കഴിക്കാൻ പാടില്ല. ജൂതന്മാരായ ആളുകൾ ആര്യവംശം പറഞ്ഞാൽ നോൺ ജ്യൂസ് ആയിട്ടുള്ള ആളുകൾ വിവാഹം കഴിക്കാൻ പാടില്ല. അതായത് ജർമ്മൻകാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാലും നിയമം. അത് അവർ കാരണമായിട്ട് പറയുന്നത് അത് പ്യൂരിറ്റി നഷ്ടപ്പെടുത്തും, ആര്യവംശത്തിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടുന്നു ജൂതവംശജരുമായിട്ടുള്ള വിവാഹം വഴി എന്നാണ് പറയുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇതിൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യം, ഒന്ന് ഈ സ്ത്രീകളുടെ ലൈംഗികമായ ചോയ്സിനെ, ലൈംഗികമോ അല്ലെങ്കിൽ വൈവാഹികമായ ചോയ്സിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്, റദ്ദ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങൾ എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ നിയമങ്ങൾ പ്രകാരം നിങ്ങൾ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ച്, ഒരു സ്ത്രീക്കാണുള്ളത് പ്രശ്നമാവോ ഈ നിയമം? ഒരു ഹിന്ദു സ്ത്രീ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ച് മുസ്ലിമായി കൺവേർട്ട് ആവാൻ പാടില്ല എന്നാണ് നിയമത്തിൻ്റെ അന്തസത്ത. കല്യാണം കഴിക്കാം, പക്ഷേ കൺവേർട്ട് ആവാൻ പാടില്ല എന്നാണ്. ഇവിടെ 2 രീതിയിലുള്ള ചോയ്സാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെടുകയാണ്. ഒന്ന് കൺവേർട്ട് ചെയ്യാനുള്ള അവകാശം, മറ്റൊന്ന് തൻ്റെ ഒരു പങ്കാളി തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇത് രണ്ടിനും ഭരണകൂടം പേഴ്സണൽ ചോയ്സിൽ ഭരണകൂടം ഇടപെടുകയാണ്. അങ്ങനെ നിയമങ്ങൾ ജർമ്മനിയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് ജർമ്മനിക്ക് സമാനമായൊരു രീതിയാണ്, സിറ്റുവേഷനാണെന്നൊക്കെ പറയാൻ കഴിയില്ലെങ്കിൽ പോലും അങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക്. അതാണ് നേരത്തെ നിഷാദ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രസംഗം. ഒരു മുഖ്യമന്ത്രിയാണ്, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുഖ്യമന്ത്രി രാവിലെ എഴുന്നേറ്റ് മാധ്യമങ്ങളോട് പറയുകയാണ്, അവന്മാർ ഓട്ടോറിക്ഷയിൽ കയറിയാൽ 5 രൂപയ്ക്ക് വരെ 4 രൂപ കൊടുത്താൽ മതി, അവന്മാരെ SIR അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം, അവരെ പരമാവധി ബുദ്ധിമുട്ടിക്കുക, ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുകയാണ്. അതായത് ഹേറ്റ് സ്പീച്ചിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഹേറ്റ് സ്പീച്ചിനെതിരെ സ്വമേധയാ കേസെടുത്ത് അതിൻ്റെ ജയിലിലിടേണ്ടതാണ്. അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഭരണകൂടം തന്നെ ഈ വിദ്വേഷത്തിൻ്റെയും ഒരു വംശഹത്യാ സ്വഭാവമുള്ള സെഗ്രിഗേഷൻ്റെയും ഭാഗമായി മാറിക്കൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേരള സ്റ്റോറി 300 കോടി രൂപയ്ക്ക് മുകളിൽ അത് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 1ാം ഭാഗം, അതിൻ്റെ ഒരു മേക്കിംഗ് വെച്ച്, പ്രൊഡക്ഷൻ വെച്ച്, അപ്പോൾ അതിൻ്റെ പ്രൊപ്പഗൻഡ ഹെയ്റ്റ് സ്വഭാവം മാറ്റി വെച്ചാൽ തന്നെ അതിൻ്റെ മേക്കിംഗ് വെച്ച് തന്നെ വളരെ പുവറായിട്ടുള്ളൊരു സിനിമയാണ്. അത് ഇന്ത്യയിൽ നിന്ന് 300 കോടിയിലധികം കളക്ട് ചെയ്തു. അപ്പോൾ അത് ഇനിയും പണം ഉണ്ടാക്കാൻ പറ്റിയ, ഹെയ്റ്റ് വിൽക്കുകയാണ് ഏറ്റവും ലാഭകരമായ ബിസിനസ് ഇന്ത്യയിൽ നിന്ന്. അത് കണ്ടുകൊണ്ടാണ് അവർ അതിൻ്റെ ഒരു സീക്വൽ ഇറങ്ങുന്നത്. ദീർഘകാല ലാഭം. ദീർഘകാല ലാഭം. ഒരു ക്വാളിറ്റി ഇല്ലാതെ സിനിമ എടുത്താൽ മതി, അത് കാണാനും ആളുകളുണ്ട്, അത് കൺസ്യൂം ചെയ്യാൻ ആളുകളുണ്ട്. കേരളത്തിൽ പോലും ഉണ്ടല്ലോ, മലയാളത്തിൽ അച്ചടിക്കുന്ന, മലയാളത്തിൽ വീഡിയോ ആയിട്ട് വരുന്ന എത്ര അധികം ഹേറ്റ് ഉണ്ട്, അത് എത്ര പേര് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പേര് ലാഭം കോടികൾ ഉണ്ടാക്കുന്നുണ്ട്, ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഹേറ്റ് ഇന്ന് നല്ലൊരു വിപണി മൂല്യമുള്ള സാധനമാണ്. ആ വിപണി മൂല്യം തന്നെയാണ് ഇപ്പോൾ അത് ഒരു സീക്വൽ ഇറങ്ങാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, ഇത് അബദ്ധത്തിൽ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഇത് ബിസിനസ്സാക്കാം എന്ന് കരുതി കുറേ പേര് ഇറങ്ങിയത് മാത്രമല്ല, ഇതിന് കൃത്യമായ ഭരണകൂട പിന്തുണയുണ്ട്. RSSൻ്റെ ഒരു ദീർഘകാല പ്രൊജക്റ്റിൻ്റെ ഭാഗവും കൂടിയാണ്. എന്താ തോന്നുന്നു? ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ് എന്ന സവിശേഷത അതിന് പ്രത്യേകമായി കാണണം. അസമിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ സമയത്താണ് 2ാം ഭാഗം വരുന്നതെന്ന കാര്യം ഓർക്കണം. നിങ്ങളതിൻ്റെ ടീസർ കണ്ടു നോക്കും, പച്ച വർഗീയത പറയാണ്, പച്ച വർഗീയത.
ഒരു കാലത്ത് നമുക്ക് ആലോചിക്കാനേ കഴിയാത്ത കാര്യം സിനിമയാണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ തോതിൽ പണം മുടക്കി എടുത്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ അതിൽ ആലോചിക്കേണ്ട കാര്യം സാമ്പത്തിക ലക്ഷ്യം മാത്രമാണോ അതിനുള്ളത്? സാമ്പത്തിക ലക്ഷ്യമല്ല, മറിച്ച് സംഘ് പരിവാർ മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജിക്ക് അനുസൃതമായി പടം ഉണ്ടാക്കുക. ഐഡിയോളജിക്ക് അനുസൃതമായി പടം ഉണ്ടാക്കുകയല്ല, സംഘ് പരിവാറിന് ഇലക്ഷൻ ആവശ്യങ്ങൾ വരുന്ന ഘട്ടത്തിലെല്ലാം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം അല്ല പണി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ സാമ്പത്തിക താല്പര്യം എന്ന് വെച്ചാൽ ആരുടെ സമ്പത്ത് എന്ന ചോദ്യം പോലും ഉണ്ട്. ആരാണ് ഇതിനൊക്കെ ഫണ്ട് ചെയ്യുന്നത്, എവിടെ നിന്നാണ് പൈസ വരുന്നത് എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇലക്ഷൻ സമയത്തെ മുൻനിർത്തിക്കൊണ്ട് ട്രൂ സ്റ്റോറീസിനെ നോക്കൂ, ശരിയായ സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ എടുക്കുന്ന സിനിമ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇന്ത്യയിൽ ആകമാനം ഈ നിലയ്ക്ക് വലിയ തോതിലുള്ള പരിപാടി നടക്കുകയാണെന്ന് സ്ഥാപിക്കുകയാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ, ഇന്ത്യയിലെ പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാർ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞതാണ് നമുക്കറിയാം. അങ്ങനെയുള്ളതായിട്ടല്ല സർക്കാർ പറഞ്ഞിട്ടുള്ളത്. കേരള ഹൈക്കോടതി എന്താണ് അവസാനം കണ്ടിട്ടുള്ള ഫൈറ്റിംഗ് നമുക്കറിയാം. അങ്ങനെയുള്ളതായിട്ടല്ല. കേരള ഹൈക്കോടതി കേരളത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ആൾക്കാർ പടം എടുക്കുകയാണ്. കേരളത്തിലുണ്ട്, കേരളം കേന്ദ്രീകരിച്ച് 30,000-ഓളം സ്ത്രീകളെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് സിറിയയിലേക്ക് പോയിരിക്കുകയാണെന്ന് പടം എടുക്കുകയാണ്. നിയമം എന്ന് പറയുന്ന സംഗതി എന്താണ്, സാമാന്യ യുക്തി എന്ന് പറയുന്ന സംഗതി എന്താണ്, അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്ന ലക്ഷ്യം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏതെല്ലാമോ കേന്ദ്രങ്ങളെ സഹായിക്കുക എന്ന നിലയ്ക്ക് മനുഷ്യർക്കിടയിൽ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട്. അതിനെ വലിയ തോതിൽ സ്വീകരിച്ച ആൾക്കാരും ഇവിടെയുണ്ട്. ചില സ്കൂളുകളിലൊക്കെ കേരളത്തിൽ അത് പ്രദർശിപ്പിച്ചു. കുട്ടികൾ കേരള സ്റ്റോറി കാണേണ്ടതാണെന്ന് പറഞ്ഞ് ചില പ്രീസ്റ്റ്സ് നേതൃത്വം കൊടുക്കുന്ന സ്കൂളുകളിലൊക്കെ പ്രദർശിപ്പിക്കുകയും ചെയ്തല്ലോ. ഇനിയുള്ള കോൺടാക്സിൽ അത് പ്രദർശിപ്പിക്കുമെന്ന് അറിയില്ല. ആ പ്രദർശനം കഴിഞ്ഞതിന് ശേഷമാണ് കന്യാസ്ത്രീകളെ പിടി ജയിലിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവർക്ക് പള്ളിയിൽ അച്ഛനായിട്ടുള്ളൊരു മനുഷ്യനെ മാരകമായി മർദ്ദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആ തരത്തിലുള്ള അധിക പ്രേമത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞു കാണും. പക്ഷേ അത് കൺസ്യൂം ചെയ്യാനും അത് സ്വീകരിക്കാനും അത് നാട് മുഴുവൻ പരത്താനും കഴിയുന്ന മനുഷ്യന്മാർ ഇപ്പോഴും കേരളത്തിലുണ്ട്. ആ നിലയ്ക്ക് തലച്ചോറ് മാറ്റിപ്പണിയപ്പെട്ട ഒരുപാട് മനുഷ്യന്മാരുണ്ട്. സോ അതിന് ആ നിലയ്ക്കുള്ള റിസ്ക് എലമെൻ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കാണുക, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ പല നിലയ്ക്ക് സ്വാധീനിക്കാൻ പഴയ പോലെ ലഘുലേഖ ഇറക്കുകയും നാട്ടുകവല പ്രസംഗങ്ങളൊന്നുമല്ല, കോടിക്കണക്കിന് രൂപ മുടക്കി സിനിമകൾ വരുന്നു, ചാനലുകൾ വരുന്നു, വലിയ സംഭവങ്ങൾ വരുന്നു. കേരളം ഒരു ചെറിയ സ്ഥലമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംഗതികളാണ് നമ്മൾ കാണുന്നത്. യെസ്, ഞാൻ അനുമാനിക്കുന്നത് ആ പുതിയ സിനിമയിൽ ഔട്ട് ഓഫ് ഫോക്കസും മീഡിയ കൊണ്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് വില്ലൻ സ്ഥാനത്ത്.